ആൽഫബറ്റ് സ്കൂളിലെ ഞങ്ങളുടെ ചെറിയ ഒരു ക്രിസ്മസ് ആഘോഷത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ്. കുഞ്ഞതായിട്ട് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തത്, പക്ഷേ വളരെ മനോഹരമായിരുന്നു. ചെറിയൊരു കേക്ക് കട്ടിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം എല്ലാവർക്കും കാണുന്നതിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് ഞാനൊന്ന് തട്ടിക്കൂട്ടിയിട്ടുണ്ട്. അപ്പം എല്ലാവരും വീഡിയോയിലേക്ക് ക്ഷണിക്കുകയാണ്. എന്നാൽ പിന്നെ ആദ്യം നമുക്ക് സ്കൂളിലേക്ക് തന്നെ കിടക്കാം. ആൽഫബറ്റ്സ് പ്രീ സ്കൂൾ മുളങ്കാടൻ കരളി നഗറിലാണുള്ളത്. ഇവിടെ പ്ലേ ക്ലാസ് മുതൽ KG വരെ ഉണ്ട്. നല്ലൊരു ആംബിയൻസ് ആണ്. നിങ്ങൾ വന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവും. ഞാൻ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. സൂപ്പറാണ്. എനിക്ക് അതിൽ കൂടുതലൊന്നും പറയാൻ പറ്റത്തില്ല. ആ കാണുന്ന ബ്ലോക്ക് KGയുടേതാണ്. ഇപ്പുറത്തോട്ടുള്ളത് പ്ലേ ക്ലാസ്സിൻ്റേതാണ്. പിന്നെ സ്കൂൾ ബസ് അവൈലബിൾ ആണ്. എന്തുകൊണ്ടും വളരെ മനോഹരമാണ് കേട്ടോ ഈ സ്കൂള്. അവിടുത്തെ കൊച്ചു സെലിബ്രേഷനാണ് ഇപ്പോൾ ഞാനിത് ഇവിടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ ഞാൻ എത്തിയിട്ടുണ്ട്. രാവിലെ തന്നെ ഒരു ജയൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞാൻ വന്നു. രാവിലെ സെലിബ്രേഷന് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളെല്ലാം വളരെ സന്തോഷമായിട്ട് സ്കൂൾ ബസ്സിൽ നിന്ന് വന്നിറങ്ങുകയാണ്. കുറച്ച് പേര് നടന്നു വരുന്നത്, അതായത് വാക്കിംഗ് സ്റ്റുഡൻ്റ് ഉണ്ട്, പിന്നെ അല്ലാണ്ട് ബസ് അവരുടെ പ്രൈവറ്റ് വണ്ടിയിൽ കൊണ്ടുവരുന്നവരുണ്ട്. അപ്പോൾ രാവിലെ എന്തായാലും നല്ല സന്തോഷമായിട്ട് കുഞ്ഞുങ്ങളെല്ലാം വന്നിറങ്ങി. ഞങ്ങൾ അടുത്ത ഇനി ബസ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനുള്ള പുറപ്പാടിലാണ്. ബസ്സൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം അടുത്ത മെയിൻ പ്രോഗ്രാമിലേക്ക് പോവുകയാണ്. രാവിലെ റെഡ് ആൻഡ് വൈറ്റ് ഡ്രസ് കോഡായിരുന്നു കൊടുത്തിരുന്നത്. ടീച്ചേഴ്സിനും അതെ, കുഞ്ഞുങ്ങൾക്കും അതെ. പിന്നെ മാലാഖമാരും മീഷോയും ഒക്കെ റെഡിയായി. മാമിന് ഗിഫ്റ്റ് കിട്ടിയ മാം? കിട്ടിയല്ലോ, മാമിന് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഓ, നമ്മുടെ ഗ്രീൻ റൂമിൽ അപ്പോൾ കുഞ്ഞുങ്ങളെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ടീച്ചേഴ്സ്. മാതാവിനെയും ജോസഫിനെയും എല്ലാം, സെന്റ് ജോസഫിനെയും എല്ലാം നമ്മൾ റെഡിയായിട്ടുണ്ട്. മെയിൻ താരം പപ്പാഞ്ഞിയെ റെഡിയാക്കി. ഇത് നമ്മുടെ ഒരു പാരൻ്റാണ്. എല്ലാ പാരൻസും നല്ല കോപ്പറേറ്റീവാണ് നമ്മൾക്ക്, അതായത് നമുക്ക് നല്ല ഹെൽപ്ഫുള്ളാണ്. കൂടുതൽ പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് നേരെ പരിപാടിയിലേക്ക് പോകാം. കൊച്ചു കൊച്ചു ചെറിയ ചെറിയ സന്തോഷങ്ങൾ എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. എനിക്ക് കൂടുതൽ പറയാൻ പറ്റുന്നില്ല, കാരണം ത്രോട്ട് ഇൻഫെക്ഷനായിട്ട് കുറച്ച് ഒരു ഡള്ളായിരിക്കുക. അപ്പോൾ എന്നാൽ വീഡിയോയിലേക്ക് തന്നെ കിടക്കാം. കേക്കൊക്കെ കൊണ്ടു തന്നു. മേരി ക്രിസ്മസ് ഒക്കെ പറഞ്ഞു പോയി. ഞങ്ങളുടെ കേക്ക് കട്ടിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും കേക്ക് കട്ട് ചെയ്ത്, മാം കേക്ക് കട്ട് ചെയ്ത്. ശ്രീല മാമിനെ ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. ശ്രീല മാം ഇവിടെ ഇല്ല. ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തു. എല്ലാവരും വളരെ ഹാപ്പിയാണ്. എല്ലാവരും വളരെ ഹാപ്പിയാണ്. രണ്ടാമത്തോട്ട് എനിക്ക് തന്നില്ല. എനിക്ക് മാം ഇത് ഞങ്ങളുടെ സ്കൂളിലെ പണിക്കരങ്ങളാണ്. പണിക്കരങ്ങളിലും കേക്ക് കട്ടിയത് പണിക്കരങ്ങളിലും കൊടുത്തു. ക്രിസ്മസ് സെലിബ്രേഷൻ്റെ തലേ ദിവസം ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുത്തു. അവർക്ക് ഗിഫ്റ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തു. എന്തായാലും സൂപ്പറായിരുന്നു.
ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അതാണല്ലോ, ഓണം ക്രിസ്മസിനൊക്കെ 10 days ലീവ് കിട്ടും. അതെന്തായാലും ഞങ്ങൾ പൊളിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ ക്യാപ്പ് ഞാനിപ്പോൾ പറഞ്ഞ ഈ ക്യാപ്പ് എൻ്റെ അല്ല, സ്കൂളിലാണ്, ഞാനത് ഇവിടെ വെക്കുകയാണ്. അപ്പോൾ ഞാൻ ഹെൽമെറ്റും കണ്ണാടിയൊക്കെ എടുത്ത് വെച്ചിട്ട് ഒരു ജെയിൻ സ്റ്റൈലിൽ ഞാനിപ്പം ഇറങ്ങാൻ പോവുകയാണ്. ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു കുഞ്ഞു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെച്ചതിൽ എനിക്ക് വളരെ വളരെ സന്തോഷവതിയാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും ടാറ്റാ ബൈ ബൈ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. അപ്പോൾ എൻ്റെ ചെറിയ വീഡിയോ കണ്ട് നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതിലേക്ക് ടാറ്റ